തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാം, ഏത് അസത്യവും പറയാം, ഏത് സത്യവും മറച്ചു വയ്ക്കാം എന്ന പഴയ രീതി തന്നെ തുടരുകയാണ് കഴിഞ്ഞ 12 വർഷമായി മോഡിയുടെ സർക്കാർ. നമ്മുടെ എല്ലാ അനുഭവങ്ങളും എടുത്താൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂട്ടില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പ് കൂട്ടും. രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നൽകിയിരുന്നു. എന്താ മുന്നറിയിപ്പ്? ഇത് കഴിയാൻ കാത്തുനിൽക്കുകയാണ്, നിങ്ങളുടെ മേൽ വലിയ ബോംബ് വരാൻ പോവുകയാണ്. വലിയ ബോംബാണ് വരാൻ പോകുന്നത്. എന്താ ബോംബ്? വിലക്കയറ്റം. പാചകവാതകങ്ങളുടെ വില വാണിജ്യ പാചകവാതകത്തിൻ്റെ വിലയാണ് ഇപ്പോൾ കൂട്ടിയത്. 1000 രൂപ, 2000 രൂപ ഉണ്ടായിരുന്ന ഒരു സിലിണ്ടർ 1000 രൂപ കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ 50% വില വർധനവ് ഉണ്ടാവുകയാണ്. 50% വില വർധനവിന് പല ന്യായങ്ങളും പറയാം. യുദ്ധം നടക്കുന്നു, അവിടെ പാചകവാതകത്തിൻ്റെ വില, ക്രൂഡിൻ്റെ വില കൂട്ടി, പാചകവാതകം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോഡിയുടെ കണക്കിൽ പാചകവാതകം ഇഷ്ടംപോലെ കിട്ടാനുണ്ടെന്നാണ്. നമുക്ക് വീട്ടിൽ കിട്ടാനില്ല, അത് വേറെ പ്രശ്നം. അപ്പോൾ പാചകവാതകത്തിൻ്റെ വില കൂട്ടി, ക്രൂഡിൻ്റെ വില കൂടി എന്നൊക്കെ വർത്താനം പറയാം. പക്ഷേ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ 1000 രൂപ കൂട്ടി, ഇത് യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ, ഓരോ മാസവും 250 രൂപ വെച്ച് കൂട്ടി വരായിരുന്നല്ലോ. 1000 രൂപ എന്ന് ഒറ്റയടിക്ക് കൂട്ടിയാൽ എന്തുണ്ടാവും? എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ്? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഹോട്ടലുകളുടെ ചാർജ് കൂടും, മറ്റ് ഗ്യാസ് ഉപയോഗിക്കുന്ന മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചാർജ് കൂടും, ബേക്കറി പോലെയുള്ള അവരുടെ ഇത് കൂടും, നിരക്ക് കൂടും. 50% കൂടിയാൽ അത് 100% മേലെയായിരിക്കും വേറെ ഓരോന്നിലുള്ള വർധനവ്. ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ്. സത്യസന്ധമായി പറയാനല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ആളുകൾ വിചാരിക്കണ എല്ലാ മാസവും തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന്. എല്ലാ മാസവും തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി ഇത് കൂടുമല്ലോ. ഇത് വാണിജ്യ സിലിണ്ടറിന് മാത്രമല്ല, ഇപ്പോൾ ഇതാ അടുത്ത ദിവസം തന്നെ ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂടാൻ പോവാണ് എന്നാണ് വാർത്ത. 50 രൂപയെങ്കിലും ഗാർഹിക സിലിണ്ടറിന് വില കൂടാൻ പോണു എന്നാണ് പറയുന്നത്. കിട്ടാനുമില്ല, കിട്ടുന്ന ഒരു പ്രശ്നം. അതിന് കൂടുതൽ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് പിന്നെയും അതിൻ്റെ കൂടെ പിന്നെ കാശ് കൊടുക്കേണ്ടി വരും. വാണിജ്യ സിലിണ്ടറിനും വേറെ കള്ളത്തരത്തിൽ ഇതിന് കൊടുക്കേണ്ടി വരും. പെട്രോൾ ഡീസലിൻ്റെ വില 5 രൂപയെങ്കിലും കൂട്ടും എന്നാണ് പറയുന്നത്. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ BJP നേതാക്കന്മാരോടും നമ്മളോട് പറയുന്ന ഒരു സംസ്കൃതമുണ്ട്. നമ്മളത് കേട്ടിട്ടില്ലേ? മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാത്തത് കൊണ്ട് റോട്ടിൽ കാളവണ്ടി ഉരുട്ടി, ഗ്യാസ് സിലിണ്ടർ ഉരുട്ടി പോയ നേതാക്കന്മാർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. കാണാനില്ല, അവരൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഇപ്പോൾ ഗ്യാസിൻ്റെ വില ഇത്രയും കൂടിയാലും അവർക്കൊരു പ്രശ്നമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് നുണ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കുക. ഒരു നേതാവ് പറഞ്ഞല്ലോ, ഈ പ്രകടന പത്രിക എന്നൊക്കെ പറയുന്ന ഒരു തമാശയാണ്, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നില്ല, പിന്നെ ആരാ നോക്കാറുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനങ്ങളെ വഞ്ചിക്കലാണ്. ഇനിയിപ്പോൾ ഗാർഹിക വില കൂട്ടിയാൽ എല്ലാ വീടുകളുടെ മേലും അതിൻ്റെ ഭാരം വരും. വീട്ടമ്മമാർ ഇനിയിപ്പോൾ ചിരിച്ചുകൊണ്ട് മോഡിക്ക് വോട്ട് ചെയ്യുമല്ലോ ഗ്യാസ് സിലിണ്ടർ. അതുപോലെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ അവരിപ്പോൾ പറയാൻ എന്താ, ഞങ്ങൾ അന്ന് മുതൽ കൂട്ടിയിട്ടില്ല, മറ്റേ ക്രൂഡിൻ്റെ വില കൂടി, പിന്നെ അത് കൂട്ടി ഇത് കുറച്ച് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ പഴയ വിലയിൽ വലിയ വ്യത്യാസം മൊത്തത്തിൽ വരില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്ന കാശിന് വില നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം 105 രൂപ കൊടുക്കുന്ന പെട്രോളിന് നാളെ 110 കൊടുക്കണം, അല്ലെങ്കിൽ 95 കൊടുക്കുന്ന ഡീസലിന് 100 കൊടുക്കണം എന്ന് വന്നാൽ ചെറിയ വ്യത്യാസമല്ല. അത് എന്താ പറയുക, അതൊരു വിഷയ സൈക്കിളാണ്. അത് ഒന്ന് കൂട്ടും, അത് വേറൊന്ന് കൂട്ടും, അത് വേറൊന്ന് കൂട്ടും, അത് വേറൊന്ന് കൂട്ടും. എന്തിനാ അത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് പ്രധാനമായും എണ്ണ ഉൽപ്പാദക കമ്പനികളെ സഹായിക്കാനാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സഹായിക്കാനല്ല. ഇത് അംബാനി പോലെ, റിലയൻസ് പോലെയുള്ള, നിയാര പോലെയുള്ള വലിയ കുത്തക കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഈ എണ്ണ വ്യാപാരത്തിൽ, ഗ്യാസ് വ്യാപാരത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അവരെ സഹായിക്കണം. അവർക്ക് വലിയ പണം കിട്ടും, വലിയ ലാഭം കിട്ടും ഇതിലൂടെ. അതിൻ്റെ പങ്ക് കിട്ടുമായിരിക്കും, ആരെങ്കിലുമൊക്കെ വീതം വെച്ച് കിട്ടുമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ജനങ്ങളുടെ മേൽ ഇത്രയും വലിയ ഭാരം ഒറ്റയടിക്ക് അടിച്ചേൽപ്പിക്കുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ഇത് വലിയ ലാഭമുണ്ട് അവരുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എല്ലാ അഴിമതി നടത്തിയിട്ടും IOCL-ഉം BPCL-ഉം HPCL-ഉം ഒക്കെ വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഷെയർ നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ വില കൂടിയതുകൊണ്ട് അവർക്കെന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നില്ല, പക്ഷേ വലിയ ലാഭം ഈ കമ്പനികൾക്കുണ്ടാവും, അംബാനിക്കും അദാനിക്കും ഒക്കെ ഉണ്ടാവും, നിയാരൊക്കെ ഉണ്ടാവും. ആ ലാഭം
കിട്ടാനും അതിൻ്റെ പങ്ക് കിട്ടാനും ജനങ്ങളെ വഞ്ചിച്ച് കുറേ കാലം ഇത് മറച്ചു വെച്ച് പെട്ടെന്ന് കൂട്ടുകയാണ്. അതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ നമ്മൾ ഇനി കേൾക്കാം. ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞു, അത് നമ്മളല്ല ഉത്തരവാദികൾ. യുദ്ധം തുടങ്ങിയത് ഇപ്പോഴല്ല, കുറേ കാലമായി. അന്നൊന്നും ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് എന്ന ജനങ്ങളുടെ താല്പര്യം ഉള്ള സമയത്ത് കൂട്ടാതിരിക്കുകയും ജനങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആര് ജയിച്ചാലെന്താ തോറ്റാലെന്താ നമുക്കെന്താ എന്ന്, അല്ലെങ്കിൽ നമ്മൾ കിട്ടേണ്ട വോട്ട് കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ആരെന്ത് ചെയ്താലെന്താ, ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ കളിച്ചോളാം എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.